Hello everyone, welcome back to Mary Street. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ 65ന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ 65 ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാണ്. ഇതിന് പകരം മൈദ ആയാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മളെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി, അതാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഞാൻ ഇത് എടുക്കാൻ കാരണം കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒരുപാട് എരിവും കൂടി പോവില്ല. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല, എന്നാൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പരുവത്തിലാണ്. ഇനി 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആ പൊടികളെല്ലാം എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ആ മസാല ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ആ തൈരിൻ്റെയും അതുപോലെ ചെറുനാരങ്ങ നീരും രണ്ടും കൂടെ ആകുമ്പോൾ തന്നെ നല്ല കറക്റ്റ് ഒരു മാരിനേഡ് റെഡിയാവും. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ചെറിയ പീസുകളായിട്ടാണ് മുറിക്കാൻ നല്ലത്. അപ്പോൾ അത് മുറിച്ച് അതുപോലെ ഇതിലേക്ക് ചേർത്ത് നന്നായി മസാല എല്ലായിടത്തും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക. ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് വറുത്തെടുക്കാനും നല്ല ആ ഒരു സമയത്തിനുള്ളിൽ നല്ല കൃത്യമായിട്ട് അതിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കാം. ഇനി അത് നന്നായി പിടിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 2 മണിക്കൂർ എങ്കിലും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പുറത്ത് വെച്ചാലും മതി, അന്നേരം ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊരിച്ചെടുക്കാം. 2 മണിക്കൂറോ 3 മണിക്കൂറോ നമുക്ക് ഒരു 5-6 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് കേട്ടോ വെച്ചത്. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ വറുത്ത് കോരിയെടുക്കുക. ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ചിക്കൻ അതിലേക്ക് ചേർക്കുക. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മൊത്തത്തിൽ ഒരു 12-13 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കൻ വറുത്ത് കോരാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട ഉടനെ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു മസാലയുടെ കോട്ടിങ് എല്ലാം ചിക്കനിൽ നിന്ന് പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 2ാമത്തെ ബാച്ചും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മളിതിലേക്കായിട്ട് ഇനി ഒരു സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സോസ് ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസ് ഉണ്ടെങ്കിലും ഒന്നും കൂടെ നല്ലൊരു ടെക്സ്ചർ കിട്ടും, നല്ലൊരു കോട്ടിങ്ങും കിട്ടും. അപ്പോൾ അങ്ങനെയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 3rd ബാച്ച് ഇട്ടു. അതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കാം. അധികം പണിയൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത് കേട്ടോ. നേരത്തെ നമുക്ക് അങ്ങ് ചെയ്ത് വെക്കാം. മാരിനേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയമാകുമ്പോൾ എടുത്തിട്ട് ഈ സോസ് ഉണ്ടാക്കി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആ ചിക്കനെല്ലാം പൊരിച്ച് കഴിഞ്ഞപ്പോൾ ആ എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങെടുത്ത് കളയാണ്. ആ 2 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂൺ, കുറച്ചധികം ഉണ്ട്. വെളുത്തുള്ളി അതിൽ നിന്ന് കുറച്ച് കുറവായിട്ട് ചേർത്തത്. പിന്നെ ഒരു 4-5 പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ സമയത്തൊക്കെ. കറിവേപ്പില ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതൊന്ന് നന്നായി മൊരിഞ്ഞ് ബ്രൗൺ ഒന്നും ആവണ്ട, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു മസാല ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു 3-4 മിനിറ്റ് എന്നിട്ട് ഇളക്കിയതിന് ശേഷം
പാകത്തിന് ഉപ്പ് ചേർക്കുക ഈ സോസിലേക്ക് ആവശ്യത്തിന്. ചിക്കന് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതാ 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസാണിത്. സാധാരണ ചില്ലി സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സോസിലേക്ക് ഒരു 2 നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ സ്വീറ്റ് ചില്ലി സോസ് ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അങ്ങ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരു സാധനമാണ്. കാരണം അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക. ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.